എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ മലയാളം വെബിനാറിന്റെ 1821 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് നമുക്കൊരു നവാഗതയായ ഡോക്ടറാണ്. ഡോക്ടർ പേര് ഡോക്ടർ ധന്യ പ്രിൻസ് ആണ്. നമുക്കിന്ന് മലയാളം സെഷനിൽ ക്ലാസ് എടുക്കുവാനായി എത്തുന്നത്. ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ BHMS കഴിഞ്ഞ് യോഗയിൽ ഡിപ്ലോമ കോഴ്സ് പാസ്സായിട്ടുണ്ട്. കൂടാതെ MSc CFT എന്നുള്ള ഒരു കോഴ്സും പാസ്സായിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അറിവുകൾക്ക് ഉറവിടമായിട്ടുള്ള ഡോക്ടറെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ഇന്ന് എടുക്കുന്ന വിഷയം ADHDയെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളും അതിന്റെ പരിഹാരങ്ങളും അതുപോലെ തന്നെ ഹോമിയോപ്പതിക് മാനേജ്മെന്റുമാണ് ഇന്നത്തെ ഡോക്ടറുടെ ക്ലാസ് എടുക്കുന്ന വിഷയം. വളരെ സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി ഡോക്ടറെ സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ക്ലാസ് ആരംഭിക്കാം. താങ്ക് യു. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ പറഞ്ഞതുപോലെ നമ്മുടെ മലയാളം വെബിനാറിന്റെ 5 വർഷം പൂർത്തിയാകുന്ന അതിന്റെ ആഘോഷം സെലിബ്രേഷൻസ് നമ്മൾ എറണാകുളം താജ് വിവാന്തയിൽ വെച്ച് സെപ്റ്റംബർ 28-നാണ് ആഘോഷിക്കുന്നത്. ഇപ്പോൾ ഡെലിഗേറ്റ് ഫീസ് ഓഗസ്റ്റ് 30 വരെ 3000 രൂപയാണ്. ആ 3000 രൂപ ഡെലിഗേറ്റ് ഫീ അടച്ച് നിങ്ങൾ എല്ലാവരും നല്ലൊരു സെലിബ്രേഷൻ ആയിരിക്കും. എല്ലാവർക്കും അതിൽ പങ്കെടുത്ത് അതൊരു നല്ല വിജയമാക്കി മാറ്റുവാൻ എല്ലാവരും പരിശ്രമിക്കുക. എത്രയും വേഗത്തിൽ രജിസ്റ്റർ ചെയ്യണം. അതിനുവേണ്ടി ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡോക്ടർ എത്തിയിട്ടുണ്ട്. നമുക്ക് ക്ലാസ് തുടങ്ങാം. ഡോക്ടറെ, കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഡോക്ടർ ധന്യ ലാപ്പിലാണ് ഇപ്പൊ കയറിയിരിക്കുന്നത് അല്ലേ? അതെ അതെ, ലാപ്പിലാണ് ഡോക്ടർ. അപ്പൊ ഇതിൽ ഷെയർ ചെയ്യാൻ പറ്റുമോ? ഷെയർ ചെയ്യാൻ പറ്റും. ക്ലാരിറ്റി ഫേസിൽ ഇച്ചിരി ലൈറ്റ് കുറവുണ്ട്. ഉണ്ടെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ കുഴപ്പമില്ല. ഇങ്ങനെ പോവാം. നേരത്തെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞായിരുന്നു. വളരെ സന്തോഷം. പുതിയ ആൾക്കാര്, പുതിയ ഡോക്ടേഴ്സ് ഒക്കെ നമുക്ക് ഓരോ പ്രസന്റേഷനുമായിട്ട് വരുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളൊക്കെയാണ് നാളെ ഇതുപോലുള്ള ക്ലാസ്സുകളും ഇതുപോലുള്ള വെബിനാറുകളും എല്ലാം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. ഞങ്ങളൊക്കെ ഒന്ന് സൈഡാവാനുള്ള സമയമൊക്കെ ആയി. അപ്പൊ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഈ പ്രോഗ്രാമൊക്കെ മോഡറേറ്റ് ചെയ്യാനും എല്ലാ യുവ തലമുറയും രംഗത്ത് വരണമെന്ന് വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ്. ക്ലാസ് തുടങ്ങും. ധന്യ ഡോക്ടറുടെ രശ്മി മിസ്സാണ് ഡോക്ടറുടെ നമ്പർ തന്ന് ഡോക്ടറെ ക്ഷണിക്കാൻ പറഞ്ഞത്. എന്തായാലും വളരെ സന്തോഷം വേദിയിലെത്തി. താങ്ക് യു ഡോക്ടറെ. രശ്മി മാം ആണ് എന്നെ വിളിച്ച് ചോദിച്ചത്, ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാവോ, ഞാൻ പേര് കൊടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അന്നേരപ്പം തന്നെ പറഞ്ഞായിരുന്നു കൊടുത്തോ മാഡം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം മാഡം എൻ്റെ കോളേജിലെ ആ ഒരു ഫസ്റ്റ് ഇയർ അനാട്ടമി ഒരു ഫസ്റ്റ് ഡേ ഒക്കെ എനിക്ക് ഇന്നും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ഡേ രശ്മി മാം ക്ലാസ്. അപ്പോൾ ഒത്തിരി സന്തോഷം എന്നെ ഇതിനകത്തോട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതിലും ക്ലാസ് എടുക്കാൻ സജസ്റ്റ് ചെയ്തതിലും ഒക്കെ. ആദ്യം തന്നെ ഞാൻ രശ്മി മാമിനും പിന്നെ ഡോക്ടർ ധനേഷ് ഡോക്ടറിനും ഒത്തിരി നന്ദി പറയുന്നു. സെഷൻ സ്റ്റാർട്ട് ചെയ്തേക്ക്. കാണാവോ ഡോക്ടറെ? കാണാം. ഫുൾ സ്ക്രീൻ ആയി. ഓക്കെ. അപ്പോ ഇന്ന് ഞാൻ ADHD എന്നുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കുറച്ച് തിയറി, കുറച്ച് കാര്യങ്ങൾ, നമ്മൾ എങ്ങനെയാ കേസ് ഡയഗ്നോസ് ചെയ്യുക, അതിന്റെ സിംറ്റംസ്, മാനേജ്മെന്റ്, ഹോമിയോപ്പതിക് മാനേജ്മെന്റ്, ഇതൊക്കെ എങ്ങനെയാന്നുള്ളതിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ADHD എല്ലാവർക്കും അറിയാമല്ലേ, നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഇപ്പോൾ ഈ ഉള്ള ദിവസങ്ങളിലൊക്കെ വളരെ കൂടുതലായിട്ട് പേരൻസ് വളരെ വിഷമത്തോടെ പിള്ളേരെയും കൊണ്ടുവന്ന് പറയുന്ന കുറച്ച് കംപ്ലൈൻറ്റ്സ്, കോമൺ ആയിട്ട് പറയുന്ന കുറച്ച് കംപ്ലൈൻറ്റ്സ് ഉണ്ട് അല്ലേ.
ഈ കൊച്ച് ഒരിക്കലും അടങ്ങിയിരിക്കുന്നില്ല, അല്ല എന്ത് പറഞ്ഞാലും ഒരു അനുസരണയില്ല, എങ്ങനെയാ പെരുമാറുന്നതെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റത്തില്ല. ക്ലാസ്സിൽ ഫ്രണ്ട്സിനെ ഉപദ്രവിക്കുന്നു, ടീച്ചേഴ്സ് പറയുന്ന അനുസരിക്കണില്ല, അല്ലെ നോട്ട്സ് കംപ്ലീറ്റ് എഴുതിയെടുക്കണില്ല. ഇങ്ങനെ നമ്മൾ കോമൺ ആണ്, ഫുൾ ഓഫ് കംപ്ലൈൻസ് ആണ് പേരൻസ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കേസൊക്കെ എടുത്ത് വരുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാകും എന്തോ എവിടെയോ ചില അബ്നോർമാലിറ്റീസ്. കുഞ്ഞ് മിടുക്കനായിരിക്കും അല്ലെ മിടുക്കിയായിരിക്കും, പക്ഷെ ചില കാര്യങ്ങളിൽ നമുക്കൊന്ന് കോറിലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ADHD എന്ന് പറയുന്നത് ശരിക്കും ഒരു കോമൺ ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറിൽ തന്നെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ്. ഇതിപ്പം ഒത്തിരിയും പിള്ളേര് ഒത്തിരി നമ്മളൊരു ഒരു 50 കുട്ടികളെ എടുത്താൽ ഒരു 39-40 സ്റ്റുഡൻസിനും അല്ലെ കുഞ്ഞുങ്ങൾക്കും ചെറിയ എന്തെങ്കിലുമൊക്കെ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് കാണുന്നുണ്ട്. ഇത് കുഞ്ഞുങ്ങളിൽ മുതൽ അഡൽട്ട്ഹുഡ്, ഇതിപ്പോ പിള്ളേരിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്താൽ കുറച്ച് അഡൽട്ട്സിലാണെ പോലും, കുഞ്ഞുങ്ങളിൽ മാത്രമല്ല കാണപ്പെടുന്നത്, അഡൽട്ട്ഹുഡിലും ഇത് പ്രൊമിനന്റ് ആയിട്ട് തന്നെ ഇതിന്റെ സിംറ്റംസ് കാണിച്ച് ADHDയുടെ സിംറ്റംസ് കാണിച്ച് നിൽക്കണുണ്ടാവും. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രോണിക് കണ്ടീഷൻ ആയിട്ട് തന്നെ, നമ്മൾ കുറച്ച് ഡിലേ ആയിട്ടാണ് ഇത് അസസ് ചെയ്യുന്നതെങ്കിൽ അതൊരു ക്രോണിക് കണ്ടീഷൻ ആയിട്ട് തന്നെ കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസും പെർസിസ്റ്റ് ചെയ്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ADHDയുടെ കോർ പ്രോബ്ലംസ് എന്ന് പറയുന്നത് അറ്റൻഷൻ ഒത്തിരി കുറവായിരിക്കും. പിള്ളേർക്ക് ക്ലാസ്സിലൊന്ന് ശ്രദ്ധിച്ചിരിക്കാനോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയുന്ന നോട്ട്സ് ഒക്കെ ശ്രദ്ധയോടുകൂടി ഒന്ന് എഴുതിയെടുക്കാനോ ഒന്നും പറ്റത്തില്ല. പിന്നെ ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കാനും പറ്റത്തില്ല. ഇപ്പൊ ടീച്ചേഴ്സിനെ തന്നെ അല്ല, ആ കുട്ടി ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഒരു 5 മിനിറ്റ് കൂടുതൽ അല്ലെ ഈ 5 മിനിറ്റ് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റില്ല ഒരു കാര്യത്തിലും. അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി പ്രൊമിനന്റ് ആയിട്ടുണ്ടാകും. അടങ്ങിയിരിക്കത്തില്ല. നമ്മുടെ മുന്നിൽ ഒരു പേഷ്യന്റ് വന്നിരുന്നാൽ, ഒരു കുട്ടി വന്നിരുന്നാൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും ഈ കുഞ്ഞ് ഒന്നുകിൽ ടേബിളിൽ എന്തെങ്കിലുമൊക്കെ കൈ പിടിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഒന്ന് ഈ ചെണ്ടയൊക്കെ കൊട്ടുന്ന പോലെ കൊട്ടിക്കൊണ്ടിരിക്കും, അല്ലെ നമ്മുടെ തന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിച്ച് വളരെ ഇറിറ്റബിൾ ആയിട്ട് തന്നെ കുട്ടി ബിഹേവ് ചെയ്യാറുണ്ട്. പിന്നെ ഇമ്പൾസീവ് ബിഹേവിയർ ആയിരിക്കും. കുഞ്ഞ് ഒരു കാര്യം ആലോചിക്കാതെ പെട്ടെന്ന് എടുത്തു ചാടി ഉള്ള കാര്യങ്ങൾ ചെയ്യുക, അത് ആരാണെന്നോ എന്താണെന്നോ നമ്മുടെ സിറ്റുവേഷൻ ഒന്നും നോക്കത്തില്ല, അങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഒരു കാര്യവും ഇതിൽ പ്രൊമനന്റ് ആയിട്ട് തന്നെ ADHDയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പൊ കീ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സിംറ്റംസ്, ADHDയുടെ സിംറ്റംസ് നമുക്കൊരു 2.5-3 വയസ്സ് മുതൽ തന്നെ അസസ് ചെയ്യാൻ പറ്റും ടീച്ചേഴ്സിനോ. കുട്ടികളെ ശരിക്കും നമ്മൾ 2.5 വയസ്സ് കഴിയുമ്പോൾ തന്നെ കുട്ടികളെ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേനും മനസ്സിലാകും. ഡേ കെയറിലൊക്കെ കൊണ്ട് വിടുന്ന പിള്ളേരിൽ അവരുടെ ടീച്ചേഴ്സ് പറഞ്ഞിട്ട് പേരൻസ് കൊണ്ടുവരാറുണ്ട്. ഈ 2.5-3 വയസ്സ് ഒക്കെ ആവുന്ന സമയത്തും കൊണ്ടുവരുന്ന പേരൻസും ഉണ്ട് കേട്ടോ. അപ്പോ ഈ പിള്ളേർ ആ ഒരു പ്രായത്തിൽ തന്നെ മൊത്തം ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ട്, ആ ഒരു ഗ്രൂപ്പില് പ്രോബ്ലമാറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടാകും. പിന്നെ നമ്മൾ ഈ ഒരു ADHD എന്ന് പറഞ്ഞ ഈ 2.5 മുതൽ ഒരു 12 ഇയേഴ്സിനകത്ത് തന്നെ സിംറ്റംസ് ഉറപ്പായിട്ടും സ്റ്റാർട്ട് ചെയ്യും. 12 ഇയേഴ്സ് ഒക്കെ അങ്ങ് ലേറ്റ് ആണ്. അപ്പോൾ ഏറ്റവും ഒരു 3 വയസ്സെന്നൊക്കെ പറയുന്നത് നമുക്ക് നന്നായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഏജ് ആണ്. പിന്നെ ഈ ADHD സിംറ്റംസ് എന്ന് പറയുമ്പോൾ മൈൽഡ് ടു സിവിയറിറ്റി, ഇതിന്റെ ഒരു സിംറ്റം സിവിയറിറ്റി ഉറപ്പായിട്ടും ഉണ്ടാകും. പിന്നെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഓരോ ദിവസം കൂടുന്തോറും, അതായത് ഒരു 3 വയസ്സ് കഴിയുമ്പോൾ മുതൽ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണോ ഈ ADHD ഡയഗ്നോസ് ചെയ്യുന്നത് അന്നേരം മുതൽ നമുക്ക് ഒബ്സർവ് ചെയ്താൽ, അല്ലെങ്കിൽ കേസ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എപ്പോഴാണോ ഈ സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങിയത് അന്നേരം മുതൽ ഇത് ഒരിക്കലും ആ കുട്ടി ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്ന ഒരു കുട്ടി നേരെ താഴോട്ട് പോണില്ല, മര്യാദക്കാരനായിട്ട് ഇരിക്കണില്ല. ഈ സിംറ്റംസ് കൂടിക്കൂടി അതിന്റെ നെക്സ്റ്റ് സ്റ്റേജ്, ഓരോ സ്റ്റേജ് മാറി മാറി പൊക്കോണ്ടിരിക്കുമായിരിക്കും. ഈ അറ്റൻഷൻ പ്രോബ്ലംസ് ഉറപ്പായിട്ടും അഡൽട്ട്ഹുഡിലും, അത് പ്രായമായാലും ഈ അറ്റൻഷൻ പ്രോബ്ലംസ് ഉണ്ടാകും. അതുപോലെ തന്നെ സിംറ്റംസ് മേ ചേഞ്ച് വിത്ത് ദ ഏജ്, ഓരോ ഏജ് മാറുന്നതനുസരിച്ച് സിംറ്റംസ് ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. അത് പക്ഷേ മൈൽഡ് ടു സിവിയർ ആണ്, അതായത് മൈൽഡ് ആയിട്ടുള്ള സിംറ്റംസ് ആയിരിക്കില്ല പിന്നെ കാണിക്കുന്നത്, കുറച്ച് സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് തന്നെ ADHD പ്രോഗ്രസ് ചെയ്യുമ്പോഴത്തേനും കാണിക്കുന്നുണ്ട്. ഈ ഒരു ADHDയിൽ നമ്മൾ 3 ടൈപ്സ് ആയിട്ട്
ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സിംറ്റംസ്. ഒന്ന് പ്രിഡോമിനന്റ്ലി ഇൻഅറ്റൻറ്റീവ് ആണ്. അതായത് പ്രിഡോമിനന്റ്ലി ഇൻഅറ്റൻറ്റീവ് എന്ന് പറയുമ്പോഴത്തേനും ഈ കുട്ടികൾക്ക് ടാസ്ക് ഒക്കെ എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുത്താൽ അത് ഓർഗനൈസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുഞ്ഞുങ്ങൾക്ക്. ഒരിക്കലും അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരിക്കലും അറ്റൻഷൻ, ഒരു കാര്യത്തിൽ തന്നെ അറ്റൻഷൻ ഉണ്ടാവത്തില്ല. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ്. ഈ ADHDയുടെ മെയിൻ ഒരു പോയിന്റ് ആണ്. ഒരിക്കലും അത് ഒന്ന് ശ്രദ്ധയോടുകൂടി ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. അതും നമ്മൾ ഈ ഒരു അറ്റൻഷൻ അതിൻ്റെ തന്നെ പ്രശ്നമാണ് കേട്ടോ. പെട്ടെന്ന് ഡിസ്ട്രാക്ട് ചെയ്യും. ഫോർഗെറ്റ്സ് ഡെയിലി റൊട്ടീൻസ്, ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് കുളിക്കുക അല്ലെങ്കിൽ പല്ല് തേക്കുക, ഇതൊക്കെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പറഞ്ഞ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ. പേരൻസ് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പിന്നെ അത് അടുത്തൊരു നെക്സ്റ്റ് സ്റ്റേജ് ആണ് ഈ പ്രിഡോമിനന്റ്ലി ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ്. ഒന്ന് പ്രിഡോമിനന്റ്ലി ഇൻഅറ്റൻറ്റീവ് ആണ് ഇതിന്റെ ഫസ്റ്റ് ടൈപ്പ്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേനും പ്രിഡോമിനന്റ്ലി ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ്. അതായത് എപ്പോഴും ഈ കുട്ടി അടങ്ങിയിരിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ടേബിളിലൊക്കെ കൈ നമ്മുടെ മുന്നിൽ വരുമ്പോഴത്തേനും ഈ കൈയും കാലും ഒന്നും അടങ്ങിയിരിക്കത്തില്ല. ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും കാണിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ചില പിള്ളേരുണ്ട് സംസാരിച്ചാൽ നിർത്തത്തില്ല, നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ ചില കുട്ടികൾ ഈ സൈലന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പറ്റത്തില്ല. അതായത് ക്ഷമയോടെ ഇരുന്ന ഒരു കാര്യം ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല. ഒട്ടും ക്ഷമ ഉണ്ടാവില്ല ഈ കുട്ടികൾക്ക്. ഇൻപേഷ്യൻസ് ആൻഡ് ഇന്ററപ്റ്റിങ്. ഇത് അവർക്ക് തന്നെ ക്ഷമ ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവർ ഒരു കാര്യം ശ്രദ്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ അവരെയും പോയി വെറുതെ ഒന്ന് ഞോണ്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് അവരുടെ ശ്രദ്ധ മാറ്റുന്ന ഒരു സ്വഭാവവും കാണിക്കും. പിന്നെ ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുന്നൊരു പ്രസന്റേഷൻ ഉണ്ട് ഈ ADHDയിൽ. ഈ രണ്ട് ടൈപ്പിലെ സിംറ്റംസും മിക്സ് ചെയ്ത് കാണിക്കും. ഹൈപ്പർ ആക്റ്റീവ് സിംറ്റംസും ഇമ്പൾസീവ് സിംറ്റംസും ഇവർ കാണിക്കും. ഇന്നറ്റൻഷൻ സിംറ്റംസ്, അതായത് DSM-5 ക്രൈറ്റീരിയ, നമ്മുടെ ഈ സൈക്കോളജിക്കലി ഈ ഇങ്ങനെയുള്ള കേസുകളെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ക്രൈറ്റീരിയയാണ് ഈ DSM ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് പറഞ്ഞേക്കുന്നത് കുട്ടികളിലാണെങ്കിൽ 6+ സിംറ്റംസ്, അത് ഒരു അപ് ടു 16 ഏജ് വരെ ഈ സിംറ്റംസ് പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് ADHD ആണെന്ന് കൺഫേം ചെയ്യാം. അതുപോലെ തന്നെ അഡോളസെൻസിൽ 5+ സിംറ്റംസ് കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കുന്നു, പ്ലസ് പ്രസന്റ് ഫോർ അറ്റ്ലീസ്റ്റ് 6 months. ഒരു 6 months എങ്കിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് കേസ് എടുക്കുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ADHDയുടെ ഗ്രൂപ്പിനകത്ത് പെടുത്താം. അതിനകത്ത് കുറച്ച് സിംറ്റംസ് പറഞ്ഞേക്കുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് സിംറ്റംസ് ആണ്. മേക്സ് കെയർലെസ് മിസ്റ്റേക്സ് ഇൻ വർക്ക് ഓർ ആക്ടിവിറ്റീസ്. അവരുടെ വർക്കിലോ ആക്ടിവിറ്റീസിലോ, ഇതിപ്പം അഡോളസെൻസ് പ്ലസ് ചിൽഡ്രൻ മിക്സ് ആയിട്ടാണ് സിംറ്റംസ് കൊടുത്തേക്കുന്നത്. അപ്പൊ അവരുടെ വർക്കിലോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലോ ഒക്കെ അവര് മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നു. അത് സ്ഥിരമായിട്ട് ഒരു കെയർലെസ്നെസ് കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കെയർലെസ് മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു ഓപ്ഷനാണ്. പിന്നെ ഡിഫിക്കൽട്ടി സസ്റ്റൈനിങ് അറ്റൻഷൻ ഇൻ ടാസ്ക്. ഒരു ടാസ്ക് അവർക്ക് ശ്രദ്ധിച്ച് ചെയ്യാനോ കംപ്ലീറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. മെയിനായിട്ട് ശ്രദ്ധിച്ച് ചെയ്യാത്തത് മാത്രമല്ല, ഒരിക്കലും ഇവർക്കൊരു ടാസ്ക് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു കീ പോയിന്റ് ആണ് കേട്ടോ. ഡസൻ സീം ടു ലിസൺ വെൻ സ്പോക്കൺ ടു. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഒരിക്കലും അവർ അതിൽ ശ്രദ്ധിക്കത്തില്ല. നമ്മൾ പറയുന്നത് അല്ലെ പോയി പല്ല് തേക്ക്, അല്ലെ കുളിക്ക്, അല്ലെങ്കിൽ ഇന്ന സാധനം ഇന്നതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരത് കേൾക്കണ പോലും ഉണ്ടാവില്ല. കേട്ടാലും അവർ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ മേ ബി ശ്രദ്ധിക്കാം. അവർ അത്രയും അറ്റൻഷൻ അവർക്ക് ഉണ്ടാവില്ല. പിന്നെ ഒരിക്കലും ഇവർക്ക് ഇൻസ്ട്രക്ഷൻസ് ഒന്ന് ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് പ്രോപ്പറായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഓരോ കുഞ്ഞു കാര്യങ്ങളും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ടി വരും. ട്രബിൾ ഓർഗനൈസിങ് ടാസ്ക് ആൻഡ് ആക്ടിവിറ്റീസ്. ഇവരെ ഒരു കാര്യം ഉത്തരവാദിത്വത്തോടെ ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിക്കുവാണെങ്കിൽ ഇവർക്ക് ഓർഗനൈസ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാകും.
അതുപോലെ തന്നെ ഇവര് കുറച്ച് മെനക്കെട്ടിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇച്ചിരി മെന്റൽ എഫേർട്ട് എടുക്കണം, ഇച്ചിരി ക്ഷമയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുത്താൽ അവര് നൈസായിട്ട് അതങ്ങ് അവോയ്ഡ് ചെയ്യും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ്, അല്ലെ അത് പറ്റത്തില്ല എന്ന് തന്നെ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാകും. ദെൻ ലോസസ് തിങ്സ് നെസസറി ഫോർ ടാസ്ക്. ഇത് തന്നെയാണ്, ഒരു ടാസ്കും അവർക്ക് റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റില്ല, ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സിംറ്റം ആണ്, ഡെയിലി ആക്ടിവിറ്റീസ് തന്നെ ഇവർ മറന്നുപോകും. എല്ലാ ദിവസവും ഞാൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് തന്നെ അവർക്ക് അറിയാമെങ്കിൽ പോലും അവര് അത് ഒന്നുകിൽ ഡെലിബറേറ്റ്ലി മറന്നു പോകും, അല്ലെങ്കിൽ അവർക്കത് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇച്ചിരി കഴിയട്ടെ, അങ്ങനെ ഓരോ കാര്യങ്ങളും അവര് ശരിക്കും അത് മിസ് ചെയ്ത് പോകും. ഇനി ഇതിപ്പോ നമ്മൾ പറഞ്ഞത് ഇൻഅറ്റൻഷൻ സിംറ്റംസ് ആണ്. ദെൻ ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസീവ് സിംറ്റംസ്. അതിൽ കൊടുത്തേക്കുന്നത് ക്രൈറ്റീരിയ 6+ സിംറ്റംസ് ഫോർ ചിൽഡ്രന് 6+ സിംറ്റംസ് പ്രസന്റ് ഫോർ അറ്റ്ലീസ്റ്റ് 6 months, 5+ സിംറ്റംസ് അഡോളസെൻസിൽ 6 months കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ഈ ഫിഡ്ജറ്റ് വിത്ത് ഹാൻഡ്സ് ഓഫ് ഫീറ്റ് ഓഫ് സ്കേംസ്, ഇവര് ഇപ്പം കിടക്കുവാന്ന് തന്നെ വെച്ചോ, ഒരിക്കലും അവർക്ക് അടങ്ങി കിടക്കാനോ അല്ലെ ഉറക്കാൻ കിടത്തുവാണെങ്കിൽ അവർക്ക് പറ്റില്ല. കാരണം അവർ ഒന്നുകിൽ കാലാട്ടിക്കൊണ്ടിരിക്കുക, കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ പുതപ്പിച്ച് കിടത്തിയാൽ പോലും അവര് എന്തെങ്കിലുമൊക്കെ മൂവ്മെന്റ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഉറങ്ങുന്നിടം വരെ ഉറക്കത്തിലും ഈ ഒരു ഡിസ്റ്റർബൻസ് കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ മിസ് ചെയ്ത് പോണ സിംറ്റംസ് ആണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കില്ല. ഇപ്പൊ പേരൻസിനോട് ചോദിച്ചാലും അവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഉറക്കത്തിൽ എന്തെങ്കിലും കാണിക്കുന്നു എന്നുള്ള ഒരു ചിന്തയായിരിക്കും. പക്ഷെ അങ്ങനെ അല്ല, അവര് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉറക്കത്തിലും അവർ കാണിക്കാം, ഒരു പാറ്റേൺ അവിടെ ഉണ്ടാവും ADHD, ടിപ്പിക്കൽ ADHD കേസസിൽ. പിന്നെ ലീവ് സീറ്റ് ഫ്രീക്വൻലി, ഒരിടത്തും അടങ്ങി കുറച്ചു നേരം ഇരിക്കാനൊന്നും ഇവർക്ക് പറ്റില്ല. പിന്നെ മിക്കവാറും റെസ്റ്റ്ലെസ് ആയിരിക്കും. Then unable to engage quietly in leisure, talks excessively. ഇത് നേരത്തെ വന്ന കുറച്ച് കാര്യങ്ങളാണ്, നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. Then blurts out answers before questions completed. നമുക്കൊരു ക്വസ്റ്റ്യൻ ഒന്നും കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരം അവർ തരില്ല. അതിനു മുമ്പ് അവര് എന്താണ് ക്വസ്റ്റ്യൻ എന്ന് കേൾക്കുന്നതിന് മുമ്പ് തന്നെ ആൻസർ ചെയ്യും. ഡിഫിക്കൽറ്റി വെയിറ്റിംഗ് ടേൺ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ പോവാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫീസിൽ പോയാൽ അവരുടെ ഒരു ടേൺ വരുന്നിടം വരെ ഒന്നും അവർക്ക് ഇരിക്കാൻ പറ്റില്ല. ഇപ്പൊ 1 2 3 4 5 അല്ലെ ഒരു 5 ആയിരിക്കും അവരുടെ നമ്പർ കിട്ടിയേക്കുന്നത്. അപ്പൊ ആ ഒരു 5 നമ്പർ വിളിക്കുന്നിടം വരെ ഇരിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മെയിൻ ടാസ്ക് തന്നെയാണ്. Interrupts or intrudes on others. Runs, climbs inappropriately. ഇവർ ഓടുവോ, എന്തൊക്കെയാണ് ഇവർ കാണിക്കുന്നതെന്ന്, അവർക്ക് എന്തൊക്കെയാണോ ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് ക്ലിനിക്കിൽ പേഷ്യൻസ് വരുമ്പോ അറിയാം, പേരൻസ് കുഞ്ഞുങ്ങളെയും കൊണ്ട് വരും, കൊച്ചാ സീറ്റിൽ ഇരിക്കില്ല, നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണ് മാനേജ് ചെയ്യാൻ. അതായത് നമ്മുടെ ചുറ്റും ഓടും, ടേബിളിനകത്ത് എന്താ ഇത് നോക്കും, അല്ലെ മേശപ്പുറത്തിരിക്കുന്ന സാധനങ്ങൾ എടുക്കുക, അല്ലെ നമ്മുടെ തന്നെ ചപ്പൽ എടുത്തോണ്ട്, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താ അപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ പേരൻസിനും ബുദ്ധിമുട്ടാകും. അതുപോലെ നമ്മൾ ശരിക്കും അവര് ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിൽ തന്നെ അവർ ആക്ട് ചെയ്യും. പിന്നെ അഡീഷണൽ റിക്വയർമെന്റ്സ് എന്ന് പറയുമ്പോഴത്തേനും ഇത്തരം കാര്യങ്ങൾ മെറ്റ് ചെയ്യണം എന്നാണ് നമ്മുടെ സൈക്കോളജിക്കൽ ഒരു അസസ്മെന്റിൽ വരണത് കേട്ടോ. ഏജ് ആൻഡ് സെറ്റിംഗ് റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ സെവറൽ സിംറ്റംസ് പ്രസന്റ് ബിഫോർ ഏജ് 12. ഇപ്പൊ ഇത്രയും ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ സിംറ്റംസിൽ കൂടുതലും ഒരു 12 വയസ്സിന് മുന്നേ തന്നെ ഉണ്ടായിരിക്കണം. പിന്നെ സിംറ്റംസ് പ്രസന്റ് ഇൻ 2+ സെറ്റിംഗ്സ്. ഇപ്പം ഒരു സ്ഥലത്ത് മാത്രമായിരിക്കത്തില്ല, കാരണം നമ്മളിപ്പം വീട്ടിൽ മാത്രം ഒബ്സർവ് ചെയ്യുന്നതാണെങ്കിൽ ചിലപ്പം അതൊരു കറക്റ്റ് അസസ്മെന്റ് ആയിരിക്കത്തില്ല. അപ്പൊ വീട്ടിലും സെയിം ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്, പ്ലസ് സ്കൂളിലും. ഇപ്പം ഒരു 2 or 3 സെറ്റിംഗ്സിലല്ലേ, ഒരു 2 സെറ്റിംഗ്സിലെങ്കിലും ഈ സിംറ്റംസ്, ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒക്കെ ADHD റിലേറ്റഡ് സിംറ്റംസ് പ്രസന്റ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു സൈക്കോളജിക്കൽ അസസ്മെന്റിൽ നമുക്ക് ADHD കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഫങ്ഷണൽ ഇമ്പാക്റ്റും കാണിക്കുന്നുണ്ട്. അത് ക്ലിയർ എവിഡൻസ് സിംറ്റംസ് ഇന്റർഫെയർ വിത്ത് ഫങ്ഷനിങ്. ഇപ്പം അവരുടെ ഫങ്ഷൻസ് ഒക്കെ ഇന്റർഫിയർ ചെയ്യുന്ന ക്ലിയർ ആയിട്ടുള്ള സിംറ്റംസ് നമുക്ക് കിട്ടണം. സിംറ്റംസ് ഇൻഅപ്രോപ്രിയേറ്റ് ഫോർ ഡെവലപ്മെന്റൽ ലെവൽ. ഇവരുടെ ഒരു ഡെവലപ്മെന്റൽ ലെവലിനനുസരിച്ചിട്ടുള്ള
ഒരു കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കില്ല. സിംറ്റംസ് ആർ ഡിസ്ട്രക്റ്റീവ് ടു ഡെയിലി ലൈഫ്. ഡെയിലി ലൈഫിൽ അഫക്റ്റ് ചെയ്യുന്ന സിംറ്റംസ് ആയിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മീറ്റ് ചെയ്താലേ ഇവർക്ക് ഇത് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ അസസ്മെന്റിൽ ADHD ഉള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഈ സ്ലൈഡ് സ്ക്രീൻ വന്ന കാരണം കാണുന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ ഫോണിലൂടെ നോക്കിയിട്ടാണ് സ്ലൈഡ് ഞാൻ പറയുന്നത് കേട്ടോ. അതാണ് ഇടയ്ക്കിടയ്ക്ക് താഴോട്ട് നോക്കുന്നത്, ഫോണിൽ നോക്കുക. ഇതിപ്പം എനിക്ക് വന്നൊരു കേസാണ് കേട്ടോ, ഞാൻ ഷെയർ ചെയ്തേക്കണേ. ഒരു ഓട്ടോഫോബിയ കേസാണ്. ഓട്ടോഫോബിയ അറിയാമല്ലോ. അപ്പോൾ ഒരു പേടി, ഒറ്റയ്ക്കിരിക്കാനും ഒക്കെ പേടിയുള്ള ഒരു കണ്ടീഷനായിരുന്നു. അപ്പോൾ ഈ കേസ് ഫസ്റ്റ് സിംറ്റം തന്നെ കൊച്ചു വന്ന് പറയുന്നത് തന്നെ എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയെന്നാണ് ആദ്യം പറയുന്നത്. എനിക്ക് പേടിയാണ്. ഇപ്പൊ നമ്മൾ ചോദിച്ചു വരുമ്പോഴത്തേന് എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ് എന്നുള്ളത് അത് കൃത്യമായിട്ട് തന്നെ ആ സിംറ്റം കിട്ടിയായിരുന്നു. ഫിയർ ഓഫ് ബീയിങ് അലോൺ. പിന്നെ ഇരുട്ടിനെ പേടിയാണെന്ന് പറഞ്ഞു. ഇരുട്ടത്തിരിക്കാൻ പേടിയാണ്. സംസാരിക്കാൻ ഒത്തിരിയും സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. ഇപ്പൊ എന്നോട് തന്നെ സംസാരിച്ചപ്പോ അതിങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് വർത്താനം പറയുന്നുണ്ടായിരുന്നു ആ കൊച്ച്. പിന്നെ ഹൈലി ഇറിറ്റബിൾ ആയിരുന്നു. 11 വയസ്സാണ്, പക്ഷെ എന്നിട്ടൂടെ അതിന് അടങ്ങിയിരിക്കാനോ ഒന്നും പറ്റുന്നില്ല. പല പല കാര്യങ്ങളും അത് സംസാരിക്കണുണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ്, അടുത്തിരിക്കുന്ന കുട്ടികളെ കടിക്കുന്നു, ഉപദ്രവിക്കുന്നു. അത് പെട്ടെന്ന് സഡൻ ആയിട്ട് റിയാക്ട് ചെയ്യുമായിരുന്നു. എന്ത് കാര്യത്തിലാണേലും അത് സഡൻ ആയിട്ട് മര്യാദയ്ക്ക് ഇരിക്കുന്ന ഒരു കുട്ടിയായിരിക്കും, പക്ഷെ ചെറിയൊരു ട്രിഗർ ഉണ്ടായാൽ ഉടനെ ഉപദ്രവിക്കും മറ്റുള്ള കുട്ടികളെ. റെസ്റ്റ്ലെസ്നെസ് കാണിക്കുന്നുണ്ടായിരുന്നു. ഇതിനെന്തായിരിക്കും മെഡിസിൻസ് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? സ്ട്രമോണിയം ആയിരുന്നു ഞാൻ കൊടുത്ത മെഡിസിൻ ഇതിന്. അപ്പൊ ഈ കേസ് ഒരു 8 months ഒക്കെ കൊണ്ടിട്ട് ഈ ഒരു കേസ് നന്നായിട്ട് റിക്കവർ ആയി വന്നു. നന്നായിട്ട് പേഷ്യന്റ് ആയി. സ്കൂളിലൊക്കെ നല്ല റിപ്പോർട്ട് കിട്ടി. ടീച്ചേഴ്സിന്റെ അടുത്തു നിന്നൊക്കെ നല്ല ഒരു റിപ്പോർട്ട് കിട്ടി. നെക്സ്റ്റ്, കോസസ് ഓഫ് ADHD. ശരിക്കും ADHDയുടെ ഒരു കോസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു കൃത്യമായിട്ടെങ്ങും പറഞ്ഞിട്ടില്ല. മേ ബി ഓപ്ഷൻസ് ഇട്ടിട്ടാണ് ഒരു ADHDയുടെ കാരണങ്ങൾ പറഞ്ഞേക്കുന്നത്. അതിനകത്ത് തന്നെ പ്രൈമറി ഫാക്ടേഴ്സ് നമുക്ക് പറയാം. ഉറപ്പായിട്ടും ജെനറ്റിക്സ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ദെൻ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന പല പല കാര്യങ്ങൾ. അതിനകത്ത് ചിലപ്പോൾ പോയിസണിങ് ഒക്കെ ഉണ്ട്. ലെഡ് പോയിസണിങ് ഒക്കെ ഒരു ഫാക്ടറായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഈ ADHDക്ക്. ദെൻ അതർ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ബ്രെയിൻ ഇഞ്ചുറി നമുക്ക് സസ്പെക്ട് ചെയ്യാം. ദെൻ എൻവയോൺമെന്റൽ എക്സ്പോഷർ, എക്സാമ്പിൾ ലെഡ്. ദെൻ ആൽക്കഹോൾ, ടൊബാക്കോ യൂസ് ഡ്യൂറിങ് പ്രഗ്നൻസി. അത് മദറിലാണ്. അമ്മ പ്രഗ്നൻസിയിൽ ആൽക്കഹോളോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്കത് സസ്പെക്ട് ചെയ്യാം. ദെൻ പ്രീമച്യൂർ ഡെലിവറി, അതും നമുക്ക് ഒരു ഫാക്ടറായിട്ട് കിട്ടുന്നുണ്ട്. ചില കേസ് എടുക്കുമ്പോഴത്തേനും പ്രീമച്യൂർ ഡെലിവറി ഒരു ഫാക്ടറായിട്ട് തന്നെ, ഒരു കോസറ്റീവ് ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്. ദെൻ ലോ ബർത്ത് വെയിറ്റ്. എന്നാലും ഇമ്പോർട്ടന്റ് നോട്ട് എന്ന് പറയുന്നത് എക്സാക്ട് കോസസ് റിമെയിൻ അൺനോൺ. ഇപ്പോഴും റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ എന്തുകൊണ്ടാണ് ADHD ഉണ്ടാകുന്നത് എന്നുള്ളതിനൊരു കറക്റ്റായിട്ടൊരു കുറച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇതുവരെ കിട്ടിയിട്ടില്ല. ADHD ഇൻവെസ്റ്റിഗേഷൻസ് ഫോർ ചിൽഡ്രൻ. ഒന്ന് ക്ലിനിക്കൽ അസസ്മെന്റ് ആണ്. ക്ലിനിക്കൽ അസസ്മെന്റ് ഒരു കോസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ്. അപ്പൊ അത് എങ്ങനെയുള്ള ഒരു സെറ്റിംഗ്സിലാണ് ADHD ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഡയഗ്നോസിസ് ചെയ്യുന്നതെന്നാണ്. ഇതിലൊന്ന് പീഡിയാട്രീഷ്യൻ ആണ്. ഇത് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ കൊടുത്തേക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന് പീഡിയാട്രീഷ്യന് ഇത് അസസ് ചെയ്യാൻ പറ്റും. ദെൻ ചൈൽഡ് സൈക്കോളജിസ്റ്റിന് ഓർ സൈക്യാട്രിസ്റ്റിന്. ദെൻ ഡെവലപ്മെന്റൽ ഹിസ്റ്ററി ആൻഡ് മൈൽ സ്റ്റോൺസ്, മെഡിക്കൽ ആൻഡ് ഫാമിലി ഹിസ്റ്ററി, ബിഹേവിയറൽ കൺസേൺസ് അസസ്മെന്റ്, സോഷ്യൽ ഫങ്ഷനിങ് ഇവാലുവേഷൻ. ഇതൊക്കെ നമ്മൾ എടുക്കും. ഒരു ഹിസ്റ്ററി എടുക്കുമ്പോഴത്തേന് ഈ ബാക്കി ഫാക്ടേഴ്സ് ഒക്കെ എടുക്കും ADHD ഡയഗ്നോസ് ചെയ്യണതിൽ.
ദെൻ ബിഹേവിയറൽ റേറ്റിംഗ് സ്കെയിൽസ് ഉണ്ട്. അത് നമ്മൾ ആ ഒരു സൈക്കോളജിക്കൽ അസസ്മെന്റിൽ പറയുന്ന കുറച്ച് സ്കെയിൽസ് ആണ്. അഡീഷണൽ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ്സ് എന്ന് പറയുമ്പോഴത്തേനും അതിൽ ഒരെണ്ണം ഒബ്സർവേഷൻ ആൻഡ് ഇന്റർവ്യൂസ് ആണ്. അത് ഡയറക്റ്റ് ഒബ്സർവേഷൻ ഇൻ ക്ലിനിക് ഓർ ക്ലാസ് റൂം. കുട്ടികളെ നമ്മൾ ഡയറക്റ്റ് ഒബ്സർവ് ചെയ്യാം ക്ലിനിക്കിലോ ക്ലാസ് റൂമിലോ. അപ്പൊ നമുക്ക് പോസിബിൾ ആയിട്ട് കിട്ടുന്നത് ക്ലിനിക്കിലാണല്ലോ. അപ്പൊ ക്ലിനിക്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ കുട്ടികളും ഇവരുടെ പേരൻസും ചില പേരൻസുമായിട്ടും ടീച്ചേഴ്സുമായിട്ടും നമുക്ക് സംസാരിച്ച് ഇതൊന്ന് ഉറപ്പ് വരുത്താൻ പറ്റും. നമ്മൾ കണ്ടുപിടിക്കുന്ന പോയിന്റ്സ് ഒന്ന് ഉറപ്പ് വരുത്താൻ പറ്റും. ഇതിൽ ചില ടീച്ചേഴ്സ് നമ്മളെ ഡയറക്റ്റ് വിളിച്ച് സംസാരിക്കും കേട്ടോ. പേരൻസ് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റിലാണെന്ന് പറയുമ്പോഴത്തേനും ഡോക്ടറിനോട്, കാരണം അത്ര പ്രോബ്ലമാറ്റിക് ആയിട്ടൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ടീച്ചേഴ്സ് വിളിച്ച് നമ്മളോട് ഇവരുടെ സ്കൂളിൽ ഇവർ കാണിക്കുന്ന പ്രോബ്ലംസ് ഒക്കെ പറയാറുണ്ട്. ദെൻ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്, അതിൽ വിസ്ക് 5 ഇന്റലിജൻസ് ആൻഡ് പ്രോസസ്സിംഗ് സ്പീഡ്. ഇതൊരു സൈക്കോളജിക്കൽ അസസ്മെന്റ് ആണ്. ഇത് ഇവരുടെ ഒരു തിങ്കിങ് കപ്പാസിറ്റിയും പ്രോബ്ലം സോൾവിങ് സ്കിൽസിനെയൊക്കെ അസസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ CPT, സസ്റ്റൈൻഡ് അറ്റൻഷൻ ആൻഡ് അസസ്മെന്റ്, ഇവരുടെ അറ്റൻഷൻ റിലേറ്റഡ് ഒരു ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെന്റ് ആണ് ഈ CPT എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അടുത്ത് ഉള്ള കുറച്ച് ഹെൽത്ത് കണ്ടീഷൻസ് നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഫാമിലി ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ട് നമ്മൾ അസസ് ചെയ്യേണ്ടതാണ്. തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ ഉറപ്പായിട്ടും നമുക്കൊരു ഡൗട്ട് തോന്നുവാണെങ്കിൽ ചെയ്തിരിക്കണം. ദെൻ ലെഡ് ലെവൽ ടെസ്റ്റിംഗ്, ലെഡ് പോയിസണിങ് എന്തെങ്കിലും ആണോ എന്നുള്ളത് നമ്മൾ അറിയണം. പിന്നെ EEG, അത് സീഷേഴ്സ് എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ EEGയും കൂടെ ഒന്ന് ചെയ്യണം. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് ആണ് സ്ട്രൂപ്പ് ടെസ്റ്റ്. അത്യാവശ്യം ഈ കുറച്ച് കളേഴ്സ്, അതായത് കുറച്ച് വേർഡ്സ് തന്നെ കളേഴ്സിന്റെ പേര് എഴുതും, എന്നിട്ട് വേറെ കളറിൽ കൊടുക്കും. അപ്പൊ പിള്ളേരോട് ഇത് വായിക്കാൻ പറയും, പ്ലസ് കളർ ഐഡന്റിഫൈ ചെയ്യാൻ പറയും. അപ്പൊ ഇവര് വായിക്കുമ്പം ഇത് പെട്ടെന്ന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല. പിള്ളേർക്കാണെങ്കിലും ADHD ഉള്ള പിള്ളേർക്ക് ഒട്ടും ഇത് വായിക്കാൻ അത്ര ഈസി ആയിട്ട് വായിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഒരു മിസ്റ്റേക്ക് വരും ഇത് കാണുമ്പോൾ തന്നെ. അപ്പൊ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് ആണ് ADHD നമുക്ക് ഡയഗ്നോസ് ചെയ്യുന്നതിൽ. പിന്നെ ഇതും ഈ ADHDയുടെ കൂടെ കുറച്ച് എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ഉണ്ടാവും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ് കേട്ടോ. കാരണം നമ്മളൊരു ADHD ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഹൈഡ് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് ഈ പോയിന്റ്സ്, കുറച്ച് ഡിസോർഡേഴ്സ്. അതിൽ ഒരു കണ്ടീഷനാണ് ഒപ്പോസിഷണൽ ഡെഫിഷ്യൻ ഡിസോർഡർ എന്ന് പറയുന്നത്. അതായത് ഇവര് ബാക്കിയുള്ളവരോട്, ഈ കുട്ടികള് ബാക്കിയുള്ളവരോട് പെരുമാറുന്നത് അല്ലെങ്കിൽ ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടായിരിക്കും. അത് ഇമ്പൾസീവ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇമ്പൾസീവ് ആയിട്ടും കുറച്ച് ഡിഫറെന്റ് ആയിട്ട്, ഇത് കുറച്ച് സൈക്കോളജിക്കൽ കണ്ടീഷൻസ് വരുന്നതാണ്. ദെൻ കണ്ടക്ട് ഡിസോർഡർ, ചില കുട്ടികളുണ്ട് ആന്റി സോഷ്യൽ ബിഹേവിയേഴ്സ്, അത് സ്റ്റീലിംഗ് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങും കേട്ടോ. ഫൈറ്റിങ്, സ്റ്റീലിംഗ് എന്നൊക്കെ പറയുന്നത് ഈ വീട്ടിൽ നിന്ന് തന്നെ അമ്മ വെക്കുന്ന പൈസ അല്ലെങ്കിൽ അപ്പൻ എവിടെയെങ്കിലും ക്യാഷ് എന്തെങ്കിലും ആവശ്യത്തിന് വെക്കുന്നത് എടുത്തോണ്ട് പോവുക. ചിലപ്പോൾ 1 രൂപയായിരിക്കും, ചിലപ്പോൾ അത് 10 രൂപ, 100 രൂപ. ഇവർക്ക് ഈ ക്യാഷിന്റെ വിലയോ കാര്യങ്ങളോ അറിയണമെന്നില്ല. ആ ഒരു പ്രായത്തിൽ തന്നെ, അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ വീട്ടിൽ നിന്ന് പൈസ എടുത്തോണ്ട് പോകും. പിന്നെ പേരൻസിനോടാണേലും സിബ്ലിങ്സിനോടാണേലും ഫ്രണ്ട്സ്, വീട്ടില് കളിക്കാൻ വരുന്നവർ അല്ലെ പരിസരത്ത് കളിക്കുന്നവരോ സ്കൂളിലോ എവിടെ ആണേലും ഇവര് ഫൈറ്റ് ചെയ്യുന്നതിന് ഒരു റീസൺ ഒന്നും വേണമെന്നില്ല. ഒരു സഡൻ ആക്ഷൻ ആണ്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യും. ദെൻ ലേണിംഗ് ഡിസബിലിറ്റീസ്, ഈ ADHDയുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ് ലേണിംഗ് ഡിസബിലിറ്റീസ്. റീഡിങ്, റൈറ്റിംഗ്, അങ്ങനെയുള്ള ചില കുട്ടികൾക്ക് വായിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, ചില കുട്ടികൾക്ക് എഴുതാനായിരിക്കും ബുദ്ധിമുട്ട്. ചിലർക്ക് ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അറിയാം, ആൻസർ അറിയാം, പക്ഷെ അവർക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ പല ടൈപ്പ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റീസ് ADHDയുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ദെൻ മൂഡ് ഡിസോർഡേഴ്സും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതിൽ ഡിപ്രഷൻ ഉണ്ട്, ബൈപോളാർ ഡിസോർഡർ ഉണ്ട്. ബൈപോളാർ ഡിസോർഡറിൽ തന്നെ 2 ഡിപ്രസീവ് സിംറ്റംസും വരുന്നുണ്ട്, മാനിയാക് സിംറ്റംസും വരുന്നുണ്ട്. അതായത് ഈ ഡിപ്രസീവ് ഡിസോർഡറിലെ എല്ലാ ആക്ടിവിറ്റീസും ഭയങ്കര ലോ ആയിരിക്കും.
മൂഡ് ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരിക്കും. അത് തന്നെ ഒരു നെഗറ്റീവ് മൂഡായിരിക്കും. ഒന്നിനും ഒരു ഉത്സാഹമില്ലായ്മ, ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയായിരിക്കും. മാനിയാക് സിംറ്റംസ് വരുമ്പോഴത്തേനും എന്താ സംഭവിക്കുക? നേരെ ഓപ്പോസിറ്റ് ആവും. ഹൈലി ആക്ടിവിറ്റീസ് കുറച്ച് കൂടുതലായിരിക്കും. ദെൻ ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, അതിനകത്ത് ജനറലൈസ്ഡ് ആങ്സൈറ്റി, നോർമൽ ആങ്സൈറ്റി, എല്ലാത്തിനും ടെൻഷൻ, പേടി ഇങ്ങനെ കാണിക്കും. പ്ലസ് ഇൻക്ലൂഡിങ് OCDയും ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ADHD ഉള്ള പിള്ളേരിൽ നമ്മൾ കേസ് എടുക്കുമ്പോൾ OCD ഉണ്ടാകും. മിക്കവാറും പിള്ളേരിൽ OCD നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ഇതും ഒരു നമ്മൾ സ്കിപ്പ് ചെയ്തു പോകുന്ന ഒരു പോയിന്റ് ആണ്. നമ്മൾ ADHD ആണെന്നൊക്കെ ഓൾമോസ്റ്റ് ഡയഗ്നോസ് ചെയ്ത് വരുമ്പോഴത്തേനും ആയിരിക്കും മനസ്സിലാവുന്നത് ASD ഇതിനകത്ത് ഉണ്ടാകും എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ കേസ് എടുത്ത് അല്ലെങ്കിൽ ഒരു IQ അസസ്മെന്റിനൊക്കെ വിട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് കൃത്യമായിട്ട് അത് ഒരു ബോർഡർ ലൈൻ ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിനകത്ത് വരുന്നുണ്ടെന്ന് നമുക്ക് റിപ്പോർട്ട് കിട്ടും. ദെൻ നെക്സ്റ്റ് ഒരു കേസ് ഞാൻ പറയുവാണ്. ഇതും എനിക്ക് വന്നൊരു കേസ്, റിസൾട്ട് കിട്ടിയ ഒരു കേസാണ്. ഈ കുട്ടി വന്ന് ഇതിന്റെ പേരൻസ് കംപ്ലൈന്റുമായിട്ട് വന്നത് ആ കൊച്ച് ക്ലാസ്സിൽ ഇരിക്കുന്നില്ല എന്നായിരുന്നു. എന്ത് ചെയ്താലും ക്ലാസ്സിൽ ഇരിക്കത്തില്ല. ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണേലും ചാടി എഴുന്നേക്കും. അപ്പൊ ഇരിക്കാൻ പറഞ്ഞാലും വടിയെടുത്ത് കാണിച്ച് പേടിപ്പിച്ചാലും ഇരിക്കത്തില്ല. എനിക്ക് വേദനിക്കുന്നു എന്ന് പറയും. അപ്പൊ കൊച്ചു പിള്ളേർ ഈ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ലല്ലോ. അതും ഈ 7 വയസ്സുള്ള ഒരു കുട്ടി എനിക്ക് ബാക്കിൽ വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. പക്ഷെ അതിന് ആ കൊച്ചിന് ആ ചെയറിൽ ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സ്, പേരൻസ് ഒക്കെ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറയുമ്പോൾ ഇത് വേർഡ്സ് കുറച്ച് ചില വാക്കുകൾ ഇവർ പറയുന്ന ആ സെയിം പാറ്റേണിൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. പിന്നെ എക്സ്ട്രീം റെസ്റ്റ്ലെസ്നെസ് ആയിരുന്നു കുട്ടിക്ക്. ഉറങ്ങുമ്പോഴും കാലിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കും എന്ന് പറയും. അപ്പൊ ഈ പുതച്ചിട്ടൊക്കെ ഉറങ്ങുമ്പോ കാല് ശരിക്കും ആ പുതപ്പ് ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും. ഇവര് നോക്കുമ്പം കൊച്ചുറക്കാണ്, പക്ഷെ കാലിന് നല്ല മൂവ്മെന്റ്സ് ഉണ്ടാവും. കാല് മാത്രല്ല, ഇതിന് വേറൊരു ഹിസ്റ്ററി കിട്ടിയത് കൈ, ദേഹത്താണ്. ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കും, പക്ഷെ നല്ല ഉറക്കമായിരിക്കും. ADHD ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലസ് ഒരു സൈക്കോളജിക്കൽ അസസ്മെന്റിനൂടെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിന്റെ ഒരു ബോർഡർ ലൈൻ കാണിക്കുന്നുണ്ടായിരുന്നു. ഇതിന് ഈ കേസിൽ ഞാൻ കൊടുത്തത് സിംഗമെറ്റ് ആയിരുന്നു. സിംഗമെറ്റ് കൊടുത്തു. ഒരു 2-3 months കൊണ്ട് ഈ റിപ്പീറ്റിംഗ് വേർഡ്സ്, ഈ റിപ്പീറ്റഡ് ആയിട്ട് സംസാരിക്കുന്നത് അങ്ങ് കംപ്ലീറ്റ് സ്റ്റോപ്പായി കിട്ടി. പ്ലസ് ഈ പറഞ്ഞ പോലെ ഒരു 4-5 മാസമൊക്കെ ആയപ്പോഴത്തേനും ഈ കുട്ടി ഇരിക്കാൻ തുടങ്ങി, അടങ്ങിയിരിക്കാൻ തുടങ്ങി. അത് സ്കൂളിൽ നിന്ന് റിപ്പോർട്ട് കിട്ടി. പക്ഷെ ASD അതങ്ങനെ തന്നെ ഉണ്ട്. അതിന് ഒരു വലിയൊരു മാറ്റം വന്നിട്ടില്ല. പക്ഷെ കുട്ടി നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാനും തുടങ്ങി. ബാക്കി സിംറ്റംസ് ഒക്കെ അതിന്റെ പ്രോബ്ലമാറ്റിക് ആയിട്ട് ഉണ്ടായിരുന്ന സിംറ്റംസ് ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റിയായിരുന്നു. ഇനി ഇതിന്റെ പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് ആണ് പറയുന്നത്. ADHDയുടെ റിസ്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്, പ്രഗ്നൻസിയിൽ ഡ്രഗ്സ് എടുക്കുന്നത്, അല്ലെങ്കിൽ ആൽക്കഹോള്, ഡ്രഗ്സ്, സ്മോക്കിംഗ്. ഇപ്പൊ നമുക്ക് ഡ്രഗ്സ് കൂടുതൽ പറയാം. ഇപ്പോഴത്തെ പ്രഗ്നൻസിയിൽ ഇപ്പോഴത്തെ ലേഡീസ് ഒക്കെ ആൽക്കഹോൾ ആയിരുന്നു പണ്ട്, അല്ലെങ്കിൽ സ്മോക്കിംഗ് ഒക്കെ ആയിരുന്നു. ഇപ്പൊ പക്ഷെ ഡ്രഗ്സിന്റെ ഒരു ഉപയോഗവും ഈ പ്രഗ്നന്റ് മദർ ആണെങ്കിലും നോർമൽ ആൾക്കാരാണെങ്കിലും അത് കൂടുതൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ കേസ് എടുക്കുമ്പോൾ അറിയാം, ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന അമ്മമാരുണ്ടാവുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കുവാണേലും, ആൽക്കഹോൾ ആണെങ്കിലും സ്മോക്കിംഗ് ആണെങ്കിലും ടൊബാക്കോ ആണെങ്കിലും ഡ്രഗ്സ് ആണെങ്കിലും ഒഴിവാക്കുവാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു റിസ്ക് ഒഴിവാക്കാം എന്ന് പറയുന്നുണ്ട്. മെയിൻറ്റെയിൻ ഹെൽത്തി പ്രഗ്നൻസി പ്രാക്ടീസസ്. പിന്നെ ടോക്സിൻസ് ലൈക്ക് ലെഡ്, ഇപ്പം ഇങ്ങനെയുള്ള ടോക്സിൻസ് നമ്മൾ മാക്സിമം ഒഴിവാക്കി നിർത്തുക. അത് നമുക്ക് ഒരു പരിധി വരെ അതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. കാരണം എൻവയോൺമെന്റൽ ഒരു ടോക്സിൻസ് എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ ഇപ്പോൾ. പിന്നെ ഒരു ഏർലി ചൈൽഡ്ഹുഡിൽ പ്രൊട്ടക്ട് ഫ്രം പൊല്യൂട്ടൻസ് ആൻഡ് ടോക്സിൻസ്, ലിമിറ്റ് സിഗരറ്റ് സ്മോക്ക് എക്സ്പോഷർ. ഇപ്പൊ വീട്ടിലെ പേരൻസ് ചിലപ്പോൾ സ്മോക്കിംഗ് ഒക്കെ ഉള്ളവരായിരിക്കും. അപ്പം അവരുടെ കുഞ്ഞുങ്ങൾക്കും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് വളരെ റെയർ ആയിട്ടാണ്, എന്നാലും ഇതൊരു കോസേറ്റിംഗ് ഫാക്ടർ ആയിട്ട് പറയുന്നുണ്ട്.
പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൺസിഡർ ലിമിറ്റിംഗ് സ്ക്രീൻ ടൈം. ഒരു 5 വയസ്സ് വരെയെങ്കിലും, ആദ്യത്തെ ഒരു 5 വയസ്സ് വരെയെങ്കിലും സ്ക്രീൻ ടൈം ഒന്ന് ലിമിറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് ഒരു കേസാണ്. ഇതെനിക്ക് ഇതൊട്ടും ഞാൻ ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചൊരു കേസ് അല്ലായിരുന്നു. കാരണം ഒരു ഗേൾ ആയിരുന്നു, അന്ന് 13 ഇയേഴ്സ് ആയിരുന്നു എൻ്റെ അടുത്ത് വന്നപ്പോൾ. ഈ കുട്ടി ആദ്യം എൻ്റെ അടുത്ത് പറയുന്നത്, എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഒത്തിരി അസുഖങ്ങളുണ്ട്, ഡോക്ടറിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ അച്ഛനും അമ്മയും എന്നെ ഒത്തിരി ഡോക്ടേഴ്സിനെ കാണിച്ചു, എനിക്ക് ഒരു കുറവും ഇല്ല. അതുകൊണ്ട് ഈ കൊച്ചേതാണ്ട് ഒരു കടമ പോലെ വന്നിരിക്കുവോ. പേരൻസ് ശരിക്കും മുൾമുനയിലായിരുന്നു, അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആകപ്പാടെയുള്ള ഒരു മോളാണ്, ഒറ്റ ഒരു മോളാണ്. അപ്പൊ ഈ കൊച്ച് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ്. ഒരു വീട്ടിലാണേലും അതെ, പുറത്താണേലും സ്കൂളിലൊക്കെ ഒത്തിരി അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ടീച്ചേഴ്സ് അത് പറയുന്നുണ്ട്, പിള്ളേരുമായിട്ട് ഒത്തുപോകുന്നില്ല, ഫ്രണ്ട്സുമായിട്ടൊന്നും ഒത്തുപോകുന്നില്ലായിരുന്നു. ഇറിറ്റബിൾ ആണ്, പക്ഷെ ഇത് നല്ല മിടുക്കിയാണ്, ഇന്റലിജന്റ് ആണ്. പക്ഷെ എന്നാലും പഠിത്തത്തിലൊക്കെ കുറച്ച് മാർക്കൊക്കെ ഒത്തിരി കുറവായിരുന്നു, ഇത്രയും ഇന്റലിജന്റ് ആയിട്ട്. പിന്നെ ഒരു കാര്യത്തിലും ആള് ഉറച്ചു നിൽക്കത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം ഈ കൊച്ചിനുണ്ടായിരുന്നു. എന്ത് കാര്യങ്ങൾ എടുത്താലും, എന്ത് കാര്യം വീട്ടിലൊരു ഇപ്പൊ ഫുഡ് ഇന്ന സാധനങ്ങൾ വേണം, എനിക്ക് ഇന്ന് രാവിലെ കഴിക്കാൻ ഇന്ന ബ്രേക്ക്ഫാസ്റ്റ് മതി എന്ന് പറയും. ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേനുണ്ട് വേറെ ഇല്ലേ എന്ന് ചോദിക്കും. അതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും ആ കൊച്ച് അത്രയും ഇറിറ്റബിൾ ആയിരുന്നു. ഈ കുട്ടി നന്നായിട്ട് വരയ്ക്കുമായിരുന്നു, വേറെയും കുറെ കാര്യങ്ങള്, പിയാനോ വായിക്കും, അങ്ങനെയൊക്കെയുള്ള കുറെ ആള് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ മിടിക്കുകയായിരുന്നു. ഞാൻ ഈ കേസിന് കൊടുത്തത് ട്യൂബർകുലിനമായിരുന്നു. വേറെ മെഡിസിൻസ് ഒന്നും ഞാൻ ഇതിനകത്ത് അസോസിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ട്യൂബർകുലിനം തന്നെ റിപ്പീറ്റ് ചെയ്ത് ലോ പൊട്ടൻസി മുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എന്നോടൊരു ആ കുട്ടി വരച്ചതാണ്. കുറച്ചൊരു 7-8 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എന്നെ വരച്ചതാണ്. ആന്റിക്ക് എൻ്റെ അമ്മയാകാവോ എന്ന് ചോദിച്ചിട്ട് കാരണം ഭയങ്കര കാം ആൻഡ് ക്വയറ്റായി ആ കുട്ടി. ഒട്ടും, അതായത് പിന്നെ മാർക്സ് ഒക്കെ ആദ്യം ഭയങ്കര കുറവായിരുന്നു, പക്ഷെ പിന്നെ അത് മാർക്കൊക്കെ കൂടി വന്നു, എല്ലാത്തിനും അത്യാവശ്യം നല്ല മാർക്ക് എടുത്ത് പാസ്സാകാനൊക്കെ തുടങ്ങി, നല്ല പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ കുട്ടി എന്നെ വരച്ചതാണിത്. ആന്റിക്ക് എൻ്റെ അമ്മയാകാവോ, ഏഞ്ചലാണ്. ആദ്യം മൈ ഗാർഡിയൻ ഏഞ്ചൽ എന്ന് എഴുതിയിട്ട് മദർ എന്ന് എഴുതിയേക്കുന്നതാണിത്. ക്ലിനിക്ക് വന്നിരുന്ന് വരച്ചതെന്നാട്ടോ ഇത്. കുട്ടിക്ക് അമ്മയില്ലേ? ഉണ്ട്, കുട്ടിക്ക് അമ്മയുണ്ട്, അച്ഛനുണ്ട്. ഒറ്റ മോളാണ്, അതാണ്, ഒറ്റ മോളാണ്. ഇവര് രണ്ടുപേരും പേരൻസ് ഹൈ പൊസിഷനിൽ ഇരിക്കുന്നവരുമാണ്. പക്ഷെ അതുകൊണ്ടാണ് അവരത് കറക്റ്റ് സമയത്ത് ട്രീറ്റ്മെന്റ് എടുക്കാനും വേറെയും കുറെ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന്റെ ജനറൽ മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് ആണ് ADHDയുടെ. നമ്മള് വീട്ടില് ഈ കുട്ടികളെ നമ്മളോർക്കും, നമുക്ക് എത്രാന്ന് പറഞ്ഞാലും പേരൻസിന് ഇതുപോലുള്ള ഡിസ്റ്റർബിങ് ക്യാരക്ടർ ഒക്കെ കാണിച്ചു കഴിയുമ്പോൾ, വീട്ടില് പ്രോബ്ലമാറ്റിക് ആയിട്ട് നിൽക്കുമ്പം ഒരിക്കലും പേരൻസിന് ക്ഷമയോടെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇവര് കുറെ തല്ലും, കുറെ വഴക്ക് പറയും, പലരോടും പറയും, വീട്ടിലെ ബന്ധുക്കളോടൊക്കെ പറയും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശരിക്കും ഇത് വേഴ്സ് ചെയ്യുക ചെയ്യണേ. അപ്പം ശരിക്കും നമ്മൾ പേരൻസിന് ഒരു അവയർനെസ് ഫസ്റ്റ് കൊടുക്കണം. ഇവരെ മാനേജ് ചെയ്യുന്നത് തന്നെ ഇവർക്കൊരു ശരിക്കും മെന്റൽ ആൻഡ് ഫിസിക്കൽ സപ്പോർട്ട് വേണം. പേരൻസ് സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് ചൈൽഡ്. ഇപ്പം ഇല്ലാത്തൊരു കാര്യം കൂടി അതാണ്. ഈ കുട്ടികളുടെ കൂടെ കുറച്ച് സമയം ഇരിക്കണം, ഇവരെ ഗൈഡ് ചെയ്യാനും അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാനും. പിന്നെ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പാണ് ഇവരുമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. പിന്നെ ഗീവ് സിമ്പിൾ ക്ലിയർ റൂൾസ്. ഇപ്പൊ കഴിക്കുന്ന പാത്രം, ഈ കുട്ടിയും ഭക്ഷണം കഴിക്കുന്നു, ഒരു പാത്രം ക്ലീൻ ചെയ്ത് വെക്കാം. നമ്മളിപ്പോ എല്ലാ ദിവസവും നീ കഴിക്കുന്ന പാത്രം ക്ലീൻ ചെയ്ത് വെക്കണം എന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞത് ചെയ്യിപ്പിക്കണം. നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ പോരാ, അത് ഗൈഡ് ചെയ്ത് അത് ചെയ്യിപ്പിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങള് നമ്മൾ തെറാപ്പിയൊക്കെ കൊടുക്കുമ്പോൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇത് പറഞ്ഞു വിടും, പേരൻസിനോട് ഇതിന്റെ ഒരു അവയർനെസ് കൊടുത്തു വിടും. പിന്നെ അറ്റ് സ്കൂൾ ആൻഡ് കമ്മ്യൂണിറ്റി,
സ്കൂളിലും നമുക്കൊരു ഇൻഫർമേഷൻ കൊടുക്കാം, ടീച്ചേഴ്സിനോട് ഇന്നതുപോലെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ പറയാം. ഇവരെ ഫോഴ്സ് ചെയ്ത് ഇവരെ കൊണ്ട് ടാസ്ക് ചെയ്യിപ്പിക്കുന്നത് നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവർക്ക് കൊടുക്കാം. ദെൻ ടീച്ചേഴ്സ് ക്രിയേറ്റ് സ്പെഷ്യലൈസേഷൻ ഓപ്പർച്യൂണിറ്റീസ്. ഇവർക്ക് വേണ്ടിയിട്ട് ഉള്ള ചില ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരുമ്പം, അത് ആക്ടിവിറ്റീസ് ആയിരിക്കാം, എന്തെങ്കിലും ഒരു സ്പീച്ച് പോലത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം, അത് ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഒരു ക്രിയേറ്റ് ചെയ്ത് ചെയ്യിപ്പിക്കാം. പിന്നെ ഇവരുടെ സ്ട്രെങ്ത് എന്താണോ സ്ട്രെങ്ത്, ഇപ്പൊ എല്ലാവർക്കും എല്ലാ കഴിവും ഉണ്ടാകത്തില്ലല്ലോ. ഇപ്പൊ ADHD എന്ന് പറയുന്ന പിള്ളേർക്ക് ചിലപ്പോൾ IQ നല്ലതായിട്ട് ഉണ്ടാകും, പക്ഷെ ചില കാര്യങ്ങളിൽ ഇവര് വളരെ പുറകിലോട്ടായിരിക്കും. അപ്പൊ അവരുടെ സ്ട്രെങ്ത് എന്താണ്, എബിലിറ്റീസ് എന്താണ്, അതിൽ ഫോക്കസ് ചെയ്ത് ഇവരെ മുന്നോട്ട് കൊണ്ടുവരിക. ഇത് ട്രീറ്റ്മെന്റ് അപ്രോച്ചസ് ആണ്. കുറച്ച് നമ്മൾ ഏത് രീതിയിൽ ഇവരെ അപ്രോച്ച് ചെയ്യണം, അല്ലെ ട്രീറ്റ്മെന്റ് ഇവർക്ക് കൊടുക്കണം. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷൻ. അത് ഹോം ബേസ്ഡ് ആകാം, സ്കൂൾ ബേസ്ഡ് ഉണ്ട്. പിന്നെ സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യുന്ന, സെൽഫ് കൺട്രോൾ ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം. പ്ലസ് ഗ്രൂപ്പ് തെറാപ്പി, പിന്നെ ബിഹേവിയറൽ തെറാപ്പി ടെക്നിക്സ് ഉണ്ട്. അതിലൊന്ന് അറ്റൻഷൻ സ്ട്രാറ്റജീസ്, ഇതൊക്കെ നമ്മൾ തെറാപ്പി സെക്ഷനിൽ വരുന്നതാണ്. പിന്നെ ലിമിറ്റ് സെറ്റിംഗ് ആൻഡ് ടൈം ഔട്ട് പ്രൊസീജിയേഴ്സ്. നമ്മൾ തെറാപ്പിയൊക്കെ എടുക്കുമ്പോഴത്തേന് ഇവർക്ക് ഒരു എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുത്തിട്ട് ഇത്ര സമയത്തിനകത്ത് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു കണ്ടീഷനും വെക്കും. അപ്പൊ അതൊരു ടൈം സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് ചെയ്തു തരാൻ പറയും. പിന്നെ ബിഹേവിയർ ചാർട്ട്സ് ആൻഡ് റിവാർഡ് സിസ്റ്റംസ്. ഇവര് ചില ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഒബേ ചെയ്യുവാണെങ്കിൽ അവർക്ക് റിവാർഡ് കൊടുക്കുന്ന ഒരു രീതി, അതൊക്കെ ഇങ്ങനെയുള്ള ഈ ADHD ഇംപ്രൂവ് ചെയ്യാൻ, അതിൽ നിന്ന് സിംറ്റംസ് റിക്കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ദെൻ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഇനി നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഹോമിയോപ്പതിക് മെഡിസിൻസ് ആണ് താഴെ കൊടുത്തേക്കുന്നതിലൊന്ന് ട്യൂബർകുലിനം. ട്യൂബർകുലിനം അതിന്റെ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത് ഫോർ ഇറിറ്റബിൾ ഹൈപ്പർ ആക്റ്റീവ് റെസ്റ്റ്ലെസ് ചിൽഡ്രൻ വിത്ത് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ. പക്ഷെ നമുക്ക് ശരിക്കും ഇത് കേസ് എടുത്ത് തന്നെയാണ് ഈ ADHD മാനേജ് ചെയ്യേണ്ടത് കേട്ടോ. മെഡിസിൻ നമ്മൾ കൊടുക്കുമ്പോൾ കേസ് എടുത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് തന്നെ കൊടുത്താലാണ് റിസൾട്ട് കിട്ടുക. ദെൻ ഫോസ്ഫറസ് വരുന്നുണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ടോൾ, സ്ലെൻഡർ, ഓവർ സെൻസിറ്റീവ്, എക്സൈറ്റബിൾ ചിൽഡ്രൻ. പിന്നെ സിംഗമെറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഫോർ നെർവസ് എക്സോഷൻ, മെമ്മറി ഇഷ്യൂസ്, സെൻസിറ്റിവിറ്റി ടു നോയ്സ്. സിംഗമെറ്റിന്റെ കുറച്ച് കീ സിംറ്റംസ് ആണ്. വെറേട്രം ആൽബ് വരുന്നുണ്ട്. അതും ഹൈപ്പർ ആക്റ്റീവ് ആണ്, റെസ്റ്റ്ലെസ് ആണ്, ഡിസൊബീഡിയൻ ബിഹേവിയർ. ഈ വെറേട്രം ആൽബിലൊക്കെ ഈ ഡിസൊബീഡിയൻ ബിഹേവിയർ ഭയങ്കര പ്രൊമിനന്റ് ആയിട്ട് തന്നെ നിൽക്കും. പിന്നെ മെഡോറിനം ഇമ്പൾസീവ് ചിൽഡ്രൻ ആയിരിക്കും, മെന്റലി ഡള്ളാണ്. ടാറന്റുല ഹൈലി നെർവസ് ആയിരിക്കും. റെസ്റ്റ്ലെസ് ഇൻഡിവിജ്വൽസ് ഹു കനോട്ട് കീപ് സ്റ്റിൽ. ടാറന്റുല പേഷ്യൻസ് ഒക്കെ ക്ലിനിക്ക് വന്നാൽ നമുക്ക് ടെൻഷനാണ്, ഇത് എന്തൊക്കെ ചെയ്യും എന്ന് അറിയാൻ പറ്റത്തില്ല, അതുപോലെ ഓടി നടക്കും. ബെറൈറ്റോ കാർബ് എന്ന് പറയുമ്പോൾ ഈ ബെറൈറ്റോ കാർബും ഒരു കീ മെഡിസിൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് ആണെങ്കിൽ ചിൽഡ്രൻ ബോത്ത് ഫിസിക്കലി ആൻഡ് മെന്റലി വീക്ക് ആയിരിക്കും, മെമ്മറി കുറവായിരിക്കും, ഇൻഅറ്റൻറ്റീവ് ആണ്, ഫോർഗെറ്റ്ഫുൾ, ഡ്വാർഫിഷ് ചിൽഡ്രൻ. ബെറൈറ്റോ കാർബിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ. ദെൻ കാലിഫോസ് റെസ്റ്റ്ലെസ്നെസ്, ഇറിറ്റബിലിറ്റി, മെന്റൽ ആൻഡ് ഫിസിക്കൽ ഡിപ്രഷൻ, ലോസ് ഓഫ് മെമ്മറി, ആൻസൈറ്റി. ഇതും കാലിഫോസും എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കൊടുക്കാം ADHD ഉള്ള കുട്ടികൾക്ക്. ദെൻ സ്ട്രമോണിയം, ലൊക്കേഷ്യസ്, ഡെലീറിയം, ഡിസയർ, ലൈറ്റ് ആൻഡ് കമ്പനി, കനോട്ട് ബിയർ ടു ബി അലോൺ. ലൈക്കോപോഡിയത്തിന്റെ സിംറ്റംസ് ഇന്റലക്ച്വലി കീം ബട്ട് ഫിസിക്കലി വീക്ക് ആയിരിക്കും. ഇതൊരു കോമൺ സിംറ്റം ആണ്. ഇറിറ്റബിൾ, പീവിഷ്, ഈസിലി ആങ്കേർഡ് ആയിരിക്കും. ബ്രഹ്മി നമ്മള് ടിങ്ചർ ഫോമില് അത്യാവശ്യം എല്ലാ കേസുകൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. പുവർ മെമ്മറി ആൻഡ് കോൺസെൻട്രേഷൻ. ദെൻ ആൻസൈറ്റി.
അപ്പൊ ഈ ADHD നമ്മള് ശരിക്കും ഇതിനെ മനസ്സിലാക്കി തന്നെ ട്രീറ്റ് ചെയ്യുക. പിന്നെ ഇതിനകത്ത് ഒരു ഇതിന്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ADHDയുടെ കൂടെ ബാക്കി കണ്ടീഷൻസ്, അതായത് ഒരു ബൈപോളാർ ഡിസോർഡറോ അല്ലെ കോണ്ടാക്ട് ഡിസോർഡറോ ഇതൊക്കെ അസോസിയേറ്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്കിത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് മനസ്സിലാകുക. പിന്നെ ഉള്ളൊരു കാര്യം, ഈ കുട്ടികള് വളർന്നു വരും, ഇത് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് കിട്ടാതെ പോയാല് ഈ കുട്ടികൾ ഇപ്പൊ അഡൽട്ട് ആവുന്നു, അല്ലെങ്കിൽ ഒരു ജോലി ഇതുങ്ങൾക്ക് കിട്ടുന്നു, പഠിച്ചൊരു ജോലിയിൽ എത്താന്ന് തന്നെ വെച്ചാൽ ഒരിക്കലും ആ ഒരു ജോലിയിൽ ഇതുങ്ങൾക്ക് ഉറപ്പിച്ച് നമുക്ക് സ്ഥിരമായിട്ട് ആ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. പിന്നെ ഫാമിലി ലൈഫിൽ ഇഷ്യൂസ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ ഈ ഒരു ADHD പ്രോപ്പറായിട്ട് നമ്മൾ മാനേജ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ഫർദർ കോംപ്ലിക്കേഷൻ. പിന്നെ ആന്റി സോഷ്യൽ ബിഹേവിയേഴ്സ്. ഇപ്പം നമ്മൾ കോമൺ ക്രോണിക് ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷൻ ആണ്. പിന്നെ ഏർലി ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഇന്റർവെൻഷൻ ആർ ക്രൂഷ്യൽ, റിക്വേഴ്സ് കോംപ്രഹെൻസീവ് അസസ്മെന്റ് ADHD-യിൽ. ദെൻ മാനേജ്മെന്റിന്റെ ഒരു ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ സൈക്കോ സോഷ്യൽ, ഒരു സൈക്കോളജിക്കൽ അസസ്മെന്റ്, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ ഒരു സൈക്യാട്രിസ്റ്റോ ഇത് അസസ് ചെയ്തിട്ട്, ഇപ്പൊ നമുക്ക് കേസ് കിട്ടുന്ന, ഞാൻ ഒരു സൈക്കോതെറാപ്പി സെന്ററിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കേസ് എൻ്റെ അടുത്ത് വരുന്നത് തന്നെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അസസ് ചെയ്തതിന് ശേഷമായിരിക്കും ഇത് ADHD ഉണ്ട് അല്ലെങ്കിൽ ഒരു ഓട്ടിസം ഇന്ന കണ്ടീഷൻ ഉണ്ട് എന്നുള്ളത് അസസ്മെന്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് പേഷ്യന്റിനെ കിട്ടുന്നത്. അപ്പൊ എല്ലാവരും ഡയറക്റ്റ് ഓടി വരില്ല ഒരു ഡോക്ടറെ കാണാൻ. അപ്പൊ ആദ്യം ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ക്ലിനിക്കൽ ആദ്യം കൊണ്ടുപോവുക ശരിക്കും കൗൺസിലിങ്ങിനായിരിക്കും. ടീച്ചേഴ്സ് ഒക്കെ അഡ്വൈസ് ചെയ്യുമ്പോഴത്തേനും ഇവർ ആദ്യം കൊണ്ടുപോവുക കൗൺസിലിങ്ങിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും പിള്ളേരെയും കൊണ്ട് ആദ്യം പോകുന്നത്. അവിടെ നിന്നാണ് ഇത് ലീഡ് ചെയ്ത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് എത്തുന്നത്. പിന്നെ ഒരു അസസ്മെന്റ് അല്ലെ ഒരു IQ ഒക്കെ അവർ ചെക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അവരൊന്ന് ഒരു ഡയഗ്നോസിസ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ഒരു മിനിറ്റ് എടുത്തൊന്ന് വൈൻഡ് അപ്പ് ചെയ്യണേ, നമുക്കൊരു ചർച്ച എന്തെങ്കിലും. ഓക്കെ ഇന്ററാക്റ്റീവ് സെക്ഷൻ. ഓക്കെ ഓക്കെ. കഴിഞ്ഞു, പറയട്ടെ, ഒരു മിനിറ്റ് എടുത്ത് വൈൻഡ് അപ്പ്. അതെ, ഒരു മിനിറ്റ് എടുത്ത് കൺക്ലൂഡ് ചെയ്താ. ഓക്കെ ഓക്കെ. അപ്പോ നമുക്ക് അങ്ങനെയായിരിക്കും നമുക്ക് കേസുകൾ കിട്ടുക. അങ്ങനെ കിട്ടുന്ന കേസാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കേസ് എടുക്കുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാകും ഇത് ശരിക്കും ADHD ഇത് ഡയഗ്നോസ് ചെയ്തത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ADHD ഡയഗ്നോസ് ചെയ്യുന്നത്. പിന്നെ കേസ് എടുത്ത് നമ്മൾ മാനേജ്മെന്റ്, നമ്മുടേതായിട്ടുള്ള ഒരു ഹോമിയോപ്പതിക് മാനേജ്മെന്റ് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. പിന്നെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ADHD മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് നന്നായിട്ട് സ്കോപ്പ് ഉള്ള ഒരു ഫീൽഡാണ്, ഒരു ഏരിയയാണ് ഈ ADHD ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞു. ഓക്കെ ഡോക്ടറെ, നല്ലൊരു സെക്ഷൻ ആയിരുന്നു. കാരണം സമയം പെട്ടെന്ന് പോയി, ഇത്ര പെട്ടെന്ന് സമയം എത്തി എന്നുള്ളത് ഞാനിപ്പോ നോക്കുമ്പോഴാണ് കാണുന്നത്. എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. എല്ലാവർക്കും വളരെയധികം ഉപകാരം ചെയ്തു കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ക്ലാസ്സുകളുമായിട്ട് ഡോക്ടർ ഇനിയും എത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അല്ലേ നമ്മളെ സൂമിൽ വരുന്ന? ആദ്യമായിട്ടല്ലേ ക്ലാസ്സുകൾ? പക്ഷെ ക്ലാസ്സുകൾ വേറെ ധാരാളം എടുക്കുന്നുണ്ട് ഡോക്ടർ അല്ലേ? ഓക്കെ, അപ്പോ വളരെ സന്തോഷം. നല്ല ക്ലാസ് ആയിരുന്നു. ഇനി വീണ്ടും വരിക. വേറൊരു അറിയിപ്പ് കൂടെ ഉള്ളത്, നമ്മുടെ സൂമിന്റെ 5 വർഷം പൂർത്തിയാകുന്നതിന്റെ സെലിബ്രേഷൻ എറണാകുളത്ത് താജ് വിവാന്തയിൽ വെച്ച് സെപ്റ്റംബർ 28-ന് നടക്കുന്നു. വളരെ പ്രാധാന്യമുള്ളൊരു ആഘോഷമായിരിക്കും. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഹോമിയോപ്പതി രംഗത്ത് നടക്കുന്ന വിശേഷങ്ങളെല്ലാം അറിയാൻ പറ്റുന്ന ഒരു ഇവന്റ് തന്നെ ആയിരിക്കും. എല്ലാവരും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുക. 3000 രൂപയാണ് ആഗസ്റ്റ് 30 വരെ രജിസ്ട്രേഷൻ ഫീസ്. അത് കഴിഞ്ഞാൽ കുറച്ച് വർദ്ധിക്കാൻ സാധ്യതയല്ല, വർദ്ധിക്കും. 500 രൂപ കൂടും. അതുകൊണ്ട് അതിനു മുമ്പായി എത്രയും പെട്ടെന്ന് എല്ലാവരും രജിസ്റ്റർ ചെയ്ത് പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് അറിയിച്ചുകൊണ്ട്
നമുക്ക് ഈ ചർച്ചയിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉള്ളവർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് വന്നാൽ നന്നായിരിക്കും. ഓക്കെ. അതുപോലെ പുതിയ തലമുറക്കാരെയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഡോക്ടർ ധന്യ പ്രിൻസ് ആണെങ്കിൽ നാളെ മറ്റൊരു വിഷയവുമായി നമുക്ക് ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ ലാസിമ സാദിഖാണ്. നാളത്തെ ക്ലാസ്സിന്റെ വിഷയം പൈൽസും ഹോമിയോപ്പതിയും എന്നുള്ളതാണ് നാളത്തെ ക്ലാസ്. ഡോക്ടർ ലാസിമ സാദിഖാണ് നാളത്തെ ക്ലാസ് എടുക്കുന്നത്. ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചോളൂ. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്തേ. ഹലോ ഡോക്ടർ, ഞാൻ ഡോക്ടർ ലാസിമ, ഇവിടെ വണ്ടൂരിലതാണ്, മലപ്പുറം ഡിസ്ട്രിക്റ്റില്. ഡോക്ടർ ക്ലാസ് പകുതിക്ക് ശേഷമാണ് എനിക്ക് കേൾക്കാൻ പറ്റിയത്. അതിൽ തന്നെ ഏറ്റവും സന്തോഷമായത് ഒരു പേഷ്യന്റ് ഒരു ചിത്രം വരച്ചു തന്നു എന്ന് പറഞ്ഞതാണ്. നമുക്ക് അതൊരു എന്താ പറയാ, എപ്പോഴും ഓർമ്മിക്കാൻ പറ്റുന്ന ചില ഗിഫ്റ്റ് ആണത് അല്ലെ. നമ്മൾ സക്സസ്ഫുള്ളി ഒരു കേസ് ട്രീറ്റ് ചെയ്ത് അതിന് നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു റിവാർഡ് എന്ന രീതിക്ക് വളരെ സന്തോഷം അങ്ങനെ ഒരു കാര്യം ലഭിച്ചതിൽ അല്ലേ ഡോക്ടറെ. നല്ല എക്സ്പീരിയൻസ് അല്ലേ അതെല്ലാം? ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു, നല്ല സെഷൻ. നാളെ ഞാനും ക്ലാസ് എടുക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് ഒന്നും അല്ല, പക്ഷെ ക്ലാസ് എടുക്കേണ്ട ഒരു ആഗ്രഹം പറഞ്ഞപ്പോ തന്നെ ധനേഷ് ഡോക്ടർ ഓക്കെ തീർച്ചയായിട്ടും എടുക്കൂ, അങ്ങനെ തന്നെയല്ലേ ക്ലാസ് എടുത്ത് ശീലിക്കുക എന്നുള്ളൊരു ഒരു മോട്ടിവേഷൻ കൂടി തന്നതിന്റെ ധൈര്യത്തിലാണ് നാളെ ഞാൻ ക്ലാസ് എടുക്കാൻ വരുന്നത്. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ഉണ്ടാവും. നമുക്ക് ഇതിലൊരു ക്രിട്ടിസൈസോ അല്ലെങ്കിൽ ഒന്നുമില്ല. ഞങ്ങള് വളരെ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. കാരണം ഇത് ഒരു നിങ്ങൾക്ക് ഒന്ന് പയറ്റി തെളിയാനുള്ള ഒരു വേദിയായിട്ട് മാത്രം കണ്ടാൽ മതി. നിങ്ങൾ വലിയ വലിയ വ്യക്തികളായിട്ടും വലിയ ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റികളും ഒക്കെ ആയിട്ട് മാറട്ടെ എന്നുകൂടി പറയുകയാണ്. അതിനുള്ളൊരു അവസരമാണ്. പല പ്രാവശ്യത്തിൽ ക്ലാസ് എടുത്താൽ നിങ്ങൾ ആ ഒരു കോൺഫിഡൻസ് ലെവല് നല്ല രീതിയിൽ വർദ്ധിക്കും. അതുപോലെ തന്നെ ഹോമിയോപ്പതിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ജൂനിയേഴ്സിനെല്ലാം നല്ലൊരു എന്താണ് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളെ പ്രോഗ്രാമിലൂടെ പങ്കെടുക്കുക. അവരെ പല മേഖലകളിൽ നിന്നുമുള്ള ആൾക്കാരെത്തുന്നുണ്ട്. ഇപ്പൊ ഡെന്റൽ വിഭാഗത്തില് ഹോമിയോപ്പതിയെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡെന്റൽ കോളേജിൽ. അപ്പൊ ആ ഡെന്റൽ കോളേജില് ഇത് ഡെന്റൽ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഡോക്ടറൊക്കെ എത്തുന്നുണ്ട്. അവരുടെ അല്ലെങ്കിൽ ആ പ്രിൻസിപ്പൾ തന്നെ ചിലപ്പോൾ വന്നേക്കും. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അതുപോലെ തന്നെ കൃഷിയും ഹോമിയോപ്പതിയും, അതുപോലെ വെറ്റിനറി രംഗത്ത് വെറ്റിനറിയും ഹോമിയോപ്പതിയും, ഈ വിഷയങ്ങളിലെല്ലാം എന്താണ് അതിന്റെ ഏറ്റവും തലപ്പത്തുള്ള ഫാക്കൽറ്റീസ് ഒക്കെ വന്ന് അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്കൊക്കെ നല്ലൊരു അനുഭവമായിരിക്കും. എല്ലാവരും രജിസ്റ്റർ ചെയ്ത് പ്രോഗ്രാമിൽ തീർച്ചയായിട്ടും പങ്കെടുക്കുക. നമുക്ക് ആ പ്രോഗ്രാം നല്ലൊരു വിജയമാക്കി മാറ്റാം. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ ഡോക്ടറുടെ ക്ലാസ്സിനെ കുറിച്ചോ ഇന്നത്തെ സംശയത്തിനെ കുറിച്ചോ എന്തെങ്കിലും? ഡോക്ടർ ഇതില് MD കഴിഞ്ഞതാണോ? അതെ, ഈ എങ്ങനെയാണ് ഇതില് കൂടുതൽ ഈ ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ADHD കൂടുതൽ ഗവേഷണം വന്നത് ഞാൻ MSc കൗൺസിലിംഗ് ഇൻ ഫാമിലി തെറാപ്പി ആയിരുന്നു. BHMS കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചത്. അപ്പൊ അതിനകത്ത് നമ്മൾ കൂടുതലും ഈ ഫാമിലി തെറാപ്പി വരുമ്പോൾ ഇങ്ങനെയുള്ള കേസുകളാണ് കൂടുതലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ പഠിക്കുന്ന കൂട്ടത്തിലും ADHD ഇങ്ങനെയുള്ള സിംറ്റംസ് കാര്യങ്ങളൊക്കെ, അതായത് ഇങ്ങനെയുള്ള കേസുകളാണ് നമ്മൾ തെറാപ്പി കോഴ്സസ് പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് വരുന്നത് ഇങ്ങനെയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ഏരിയയിലോട്ട് തിരിഞ്ഞത്. ഓക്കെ, അത് കൊള്ളാം, വളരെ നല്ല കാര്യം. അപ്പോ ഹോമിയോപ്പതിയിലൂടെ ADHD എല്ലാം മാറുക എന്ന് പറഞ്ഞാല് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളെ ഗവൺമെന്റ് തലത്തില് ജില്ലാ ഹോസ്പിറ്റലുകളിലെല്ലാം ഈ കുട്ടികളുടെ പ്രത്യേക വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതില് ADHD അതുപോലുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നത്തിനും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ, പിന്നെ സൈക്കോളജിസ്റ്റ്, ഇവരുടെ എല്ലാം സേവനം ജില്ലാ ഹോസ്പിറ്റലുകളിൽ ലഭ്യമാണ്. ഇതിനെല്ലാം വിദഗ്ധ ചികിത്സ നമുക്ക് അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലുണ്ട്, ഹോമിയോപ്പതി ഹോസ്പിറ്റലുകളിൽ. ഇനി ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ആരും പ്രത്യേകിച്ച് ഹാൻഡ് റൈസ് ചെയ്യാത്ത സാഹചര്യത്തിൽ നമ്മളെ സമയം കഴിയാറായി. വളരെ വിലപ്പെട്ട നല്ലൊരു ക്ലാസ് എടുത്ത ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഡോക്ടർ ജയലളിത ഉമേഷിനെ ക്ഷണിക്കുന്നു.
ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഡോക്ടറെ, നല്ല സെഷൻ ആയിരുന്നു. എന്തായാലും പുതിയ പുതിയ ഡോക്ടേഴ്സ് ഒക്കെ വരുന്നു. നിങ്ങളുടെ ഈ പുതിയ അറിവൊക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നു. ഞങ്ങളൊക്കെ പഴയ ആൾക്കാരാണെങ്കിലും നിങ്ങളുടെയൊക്കെ അറിവൊക്കെ ഷെയർ ചെയ്തിരുന്നതിൽ ഒരുപാട് സന്തോഷം. എല്ലാം നല്ല സ്ലൈഡൊക്കെ നല്ലോണം പ്രിപ്പയർ ചെയ്ത് നല്ല വെൽ എക്സ്പ്ലെയിൻഡ്, ഒത്തിരി നന്നായിട്ട് തന്നെ പറഞ്ഞു തന്നു. അതിലും എനിക്ക് ഇഷ്ടമായത് ആ കുട്ടി പടം വരച്ചത് തന്നതും, ആ കുട്ടീനെ നല്ല രീതിയിൽ എടുക്കാനും ആ ഒരു കുടുംബം അതിൽ നിന്ന് സന്തോഷമായിട്ട് മുന്നോട്ട് വരാനും ഡോക്ടർ കാണിച്ച മനസ്സിനെ ഒരുപാട് നന്ദി പറയുന്നു. വീണ്ടും ഇതുപോലത്തെ ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് നമ്മുടെ ഹോമിയോപ്പതിക്ക് ADHD ആയാലും മറ്റേത് കംപ്ലൈൻസിനായാലും നമ്മുടെ ഹോമിയോപ്പതിക്ക് നമ്മുടെ കുട്ടികളെ നന്നാക്കി എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി ഏതൊരു ശാസ്ത്രത്തിനും അത് ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാലും ഡോക്ടറിന്റെ ഈ കഴിവിനെ വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. താങ്ക് യു ഡിയർ. ഇനിയും നല്ല നല്ല ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. IAPHന്റെ പേരിലും ഇവിടെ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സിന്റെ പേരിലും ഹോമിയോപ്പതി സ്നേഹികളുടെ പേരിലും ഒരുപാട് നന്ദി. താങ്ക് യു ശൈല ഡോക്ടറെ. താങ്ക് യു ഓൾ. ഓക്കെ, നന്ദി ജയലളിത ഡോക്ടറെ. അപ്പൊ ഡോക്ടറുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഇത് തന്നെ ആയിരിക്കും. ജയലളിത ഡോക്ടർ പറഞ്ഞ ആ ഒരു അഭിപ്രായം തന്നെ ആയിരിക്കും എല്ലാവർക്കും. അപ്പൊ വളരെ സന്തോഷം. ഇനിയും ക്ലാസ്സുകളുമായി വരിക. ഇന്ന് നമ്മുടെ ഈ മലയാളം വെബിനാർ അവസാനിപ്പിക്കാനുള്ള സമയമായി. എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.